ഹലോ ആൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഓഫ് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. അപ്പോൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ടൈപ്സ് നോൺ ലീനിയാരിറ്റീസ്, കോമൺ നോൺ ലീനിയാരിറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയുണ്ട്? സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി, ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റി ആൻഡ് റിലേ നോൺ ലീനിയാരിറ്റി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഓഫ് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ എന്തുണ്ട്? സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ഇൻപുട്ട് ഔട്ട് ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഈ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒറിജിൻ മുതൽ പോയിൻറ്റ് എസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു പോയിൻറ്റ് എസ് പോയിൻറ്റ് വരെ എന്താണ്? സിസ്റ്റം ലീനിയറാണ്. ആ എസ് എന്ന് പറയുന്ന പോയിൻറ്റ് കഴിയുമ്പോൾ എന്ത് വരും? സിസ്റ്റം സാച്ചുറേറ്റഡ് ആവും. അതായത് ഇൻപുട്ട് എത്ര തന്നെ കൂട്ടിയാലും ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് എടുക്കുമ്പോഴും ആ സെയിം തന്നെയാണ്. ഒറിജിൻ മുതൽ ഒരു പോയിൻറ്റ് എസ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് വരെ എന്താണ്? സിസ്റ്റം ലീനിയർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് സിസ്റ്റം സാച്ചുറേറ്റഡ് ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ലീനിയർ ആയിരിക്കുന്ന ടൈമിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? കെ. അപ്പോൾ ആ ടൈമിലുള്ള y നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു എം എക്സ് ആണ്. അപ്പോൾ എം എന്ന് പറയുന്ന സ്ലോപ്പ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ ആ y ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ എസ് വരും. പിന്നെ നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ പഠിച്ചായിരുന്നു. നമ്മുടെ നോൺ ലീനിയർ എലമെൻറ്റിൻ്റെ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി. അതായത് ഒരു സിൻസോയ്ഡൽ വേവ് ഫോം ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സിൻസോയ്ഡൽ റെസ്പോൺസ് നോക്കാം. സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ സിൻസോയ്ഡൽ റെസ്പോൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാര, സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാര. ഈ സിൻസോയ്ഡൽ വേവ് ഫോം എന്ന് പറയുന്നത് നമ്മുടെ നോൺ ലീനിയർ എലമെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചായിരുന്നു നോൺ ലീനിയർ എലമെൻറ്റിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു സിൻസോയ്ഡൽ വേവ് ഫോം ആയിരിക്കും. സോ നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ 0 to പോയിൻറ്റ് എസ് വരെ സിസ്റ്റം എന്താണ്? നോൺ ലീനിയറാണ്. അപ്പോൾ ആ പോയിൻറ്റ് നമ്മൾ താഴേക്ക് വരയ്ക്കുന്ന അത്രയും ടൈം വരെ എന്താണ്? സിസ്റ്റം ലീനിയറാണ്. ആ 0 മുതൽ പോയിൻറ്റ് എസ് വരെ സിസ്റ്റം ലീനിയറാണ്. അപ്പോൾ ആ പോയിൻറ്റിനെ നമ്മൾ എന്താ പറയുക? ആ എസ് എന്ന് പറയുന്ന പോയിൻറ്റിൽ നമുക്ക് ഇവിടെ വരുന്ന ഒമേഗ ടി എന്താണ്? ബീറ്റയാണ്. ഇനി ബീറ്റ ടു പൈ മൈനസ് ബീറ്റ, ഇത്രയും ടൈമിൽ എന്താണ്? സിസ്റ്റം സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് 0 to പൈ എന്ന് പറയുന്ന ആ ഒരു റീജിയനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? 0 to ബീറ്റ, ബീറ്റ ടു പൈ മൈനസ് ബീറ്റ ആൻഡ് പൈ മൈനസ് ബീറ്റ ടു പൈ. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ടൈമിലെന്ന് പറയുമ്പോഴത്തേക്കും 0 to ബീറ്റ വരെ സിസ്റ്റം ലീനിയർ ആണ്. ദെൻ ബീറ്റ ടു പൈ മൈനസ് ബീറ്റ വരെ സാച്ചുറേറ്റഡ് ആണ്. പൈ മൈനസ് ബീറ്റ ടു പൈ വരെ വീണ്ടും ലീനിയർ ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ വരും. ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ വരും. അപ്പോൾ നമ്മളിവിടെ y റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിസ്റ്റത്തിനെ എന്തായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? 3 റീജിയനായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. 0 to ബീറ്റ, ബീറ്റ ടു പൈ മൈനസ് ബീറ്റ ആൻഡ് പൈ മൈനസ് ബീറ്റ ടു പൈ. അപ്പം 0 to ബീറ്റ വരെ എന്താണ്? സിസ്റ്റം ലീനിയർ ആയിരിക്കും. അതായത് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, അതായത് കെ എക്സ് തന്നെ വരും. ഓക്കെ. ബീറ്റ ടു പൈ മൈനസ് ബീറ്റ വരെ എന്താണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്? കെ എസ് ആണ്. കെ എസ്. ദെൻ പൈ മൈനസ് ബീറ്റ ടു പൈ വരെ എന്താണ്? കെ വീണ്ടും നമ്മുടെ ലീനിയർ ആയിട്ടുള്ള പാർട്ട് തന്നെ വരും, അതായത് കെ എക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ എസ് എന്ന് പറയുന്ന പോയിൻറ്റ് എത്തുന്ന ടൈമിന് നമ്മുടെ ഒമേഗ ടി എന്താണ്? ബീറ്റ. അതായത് അറ്റ് പോയിൻറ്റ് എസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു ബീറ്റ. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സ്മോൾ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് വരും? ഒമേഗ ടിക്ക് പകരം ബീറ്റയും സ്മോൾ എക്സിന് പകരം എസ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് സൈൻ ബീറ്റ എന്ന് വരും. ഇനി സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു ആ ഇക്വേഷനിൽ നിന്ന് എന്ത് എഴുതാം? ക്യാപിറ്റൽ എസ് ബൈ എക്സ് എന്ന് എഴുതാം. ഓർ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എക്സ്. അപ്പോൾ അത്രയും വരെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ചെയ്യുവാണ്. അപ്പോൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമുക്ക് എന്തൊക്കെ വേണം? ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷനിൽ y1 വേണം, φ1 വേണം. അപ്പോൾ y1 എന്ന് പറയുന്നത് നമ്മൾ ആംപ്ലിറ്റ്യൂഡാണ്, φ1 എന്ന് പറയുന്നത് ഫേസ് ഷിഫ്റ്റ്. ഓക്കെ. എന്നിട്ട്
ഈ y1 നമുക്ക് എന്തൊക്കെ എലമെൻറ്റ്സ് വേണം? √(a1² + b1²), അതായത് a1ഉം വേണം b1ഉം വേണം. φ1 എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഓഫ് b1/a1. ഓക്കെ, ഇനി ഔട്ട്പുട്ട് y എന്ന് പറയുന്നത് നമുക്കിതേ ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. ഔട്ട്പുട്ട് y എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് വേവ് ആൻഡ് ക്വാർട്ടർ വേവ് സിമെട്രിക്കാണ്. അതായത് ഇവിടുന്ന് ഹാഫ് എടുത്താലും ക്വാർട്ടർ എടുത്താലും അത് സിമെട്രിക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, 0 to π/2 വരെയുള്ള ടൈമും π/2 തൊട്ട് π വരെയുള്ള സമയവും എടുത്താലും സിമെട്രിക്കാണ്. ആ വേവ് ഫോം എന്ന് പറയുന്നത് സിമെട്രിക്കാണ്. സോ സിമെട്രിക് ആയിട്ടുള്ള ഒരു വേവ് ഫോമിൽ എന്ന് പറയുന്നത് അതിൻ്റെ കോസ് എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമ്മുടെ b1ൻ്റെ ടേം എന്ന് പറയുന്നത് കോസിൻ്റെ ടേമാണ്. സോ കോസ് 0 ആകുമ്പോൾ b1 എന്ന് പറയുന്ന ടേം മൊത്തത്തിൽ 0 ആവും. സോ നമ്മുടെ y1ൻ്റെ ഇക്വേഷനിൽ നമുക്ക് b1ൻ്റെ ടേം കാണേണ്ട ആവശ്യമില്ല, നമുക്ക് a1 മാത്രം മതി. അപ്പോൾ a1 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുക്കുന്ന ടൈം പീരീഡ് എന്താണ്? 0 to π/2. സിമെട്രിക് ആയതുകൊണ്ട് 0 to π/2 വരെ എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്നത് എന്താണ്? a1 = 2/t ഇൻറ്റഗ്രൽ 0 to t അല്ലേ? അപ്പോൾ നമുക്കിവിടെ ടിയുടെ സ്ഥാനത്ത് 2/π/2 ഇൻറ്റഗ്രൽ 0 to π/2 y sin ωt dωt. അപ്പോൾ ഈ എന്താണ് 0 to π/2 വരെ ഉള്ളതിനെ നമുക്ക് എങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? 0 to β ആൻഡ് β to π/2. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? a1 = 4/π ഇൻറ്റഗ്രൽ 0 to β y sin ωt dωt. ഈ 4/π വന്നത് ഈ π/2 2 മോളിൽ പോയപ്പോൾ ന്യൂമറേറ്ററിൽ പോയപ്പോൾ 4/π ആയി. 0 to β y sin ωt dωt പ്ലസ് 4/π ഇൻറ്റഗ്രൽ β to π/2 y sin ωt dωt. ഇനി നമ്മൾ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ വൈയുടെ, അതായത് ഓരോ പീരീഡിലുള്ള വൈയുടെ വാല്യൂ, അതായത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ഇവിടെ കണ്ടുപിടിച്ച ആ വൈയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 0 to β വരെ വൈയുടെ വാല്യൂ എന്താണ്? kx sin ωt dωt പ്ലസ് ഇവിടെ β to π/2 വരെ വൈയുടെ വാല്യൂ എന്ത്? ks ആണ്. അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സിന് പകരം ഈ സ്മോൾ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 4. ഇതിൽ നിന്ന് ഈ കെ ഇങ്ങ് പുറത്തെടുക്കുമ്പോൾ 4k/π ഇൻറ്റഗ്രൽ 0 to β ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് ഇവിടെ നിന്നും ഈ കെ എസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 4ks/π ഇൻറ്റഗ്രൽ ബീറ്റ ടു π/2 സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? സെയിം 0 to β ആൻഡ് ഇവിടെ സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി സൈൻ സ്ക്വയർ ഒമേഗ ടി ആവും പ്ലസ് ഇത് സെയിം തന്നെ. ഇനി ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താവും? 1 - cos 2θ/2 ആവും. അപ്പം സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നത് 1 - cos 2 ഒമേഗ ടി/2 ആവും. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി നമ്മൾ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2kx/π ഇവിടെ എന്താണ്? ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ടി മൈനസ് ഈ 2 നമ്മൾ ആദ്യമേ ഇങ്ങനെ പുറത്തെടുക്കും. എന്നിട്ട് കോസ് 2 ഒമേഗ ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ 2 ഒമേഗ ടി/2 എവിടെ തൊട്ട് എവിടെ വരെ? 0 to β പ്ലസ് 4ks/π എന്താണ്? സൈൻ ഒമേഗ ടിയുടെ ഇൻറ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ഒമേഗ ടി ബീറ്റ ടു π/2 ആൻഡ് 2kx/π. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ബീറ്റ മൈനസ് സൈൻ 2β/2 0 കൊടുത്താൽ 0 തന്നെയാണ് വരുന്നത്. ഇവിടെ ഒമേഗ ടിയുടെ സ്ഥാനത്ത് 0 വരും. സൈൻ 0 എന്ന് പറയുന്നത് 0 ആയിപ്പോൾ, അതുകൊണ്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നമ്മൾ 4ks/π ഇവിടെ എന്ത് വരും? മൈനസ് കോസ് π/2 മൈനസ് പ്ലസ് ആവും പ്ലസ് കോസ് ബീറ്റ. ഇനി അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2kx/π ഇവിടെ ബീറ്റ മൈനസ് സൈൻ 2β/2 4ks/π ഇതെന്ത് വരും? കോസ് π/2 എന്ന് പറയുന്നത് 0 ആയിപ്പോൾ, അപ്പോൾ എന്ത് വരും? കോസ് ബീറ്റ ടേം മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ എസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് നമ്മൾ മറ്റേ ഇക്വേഷനിൽ എസ്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എസ്സിന് പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു ക്യാപിറ്റൽ എക്സ് സൈൻ ബീറ്റ എന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2kx ഇൻറ്റു ബീറ്റ മൈനസ് സൈൻ 2β/2 പ്ലസ് ഇവിടെ 4ks എസ്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 4k/π എക്സ് സൈൻ ബീറ്റ കോസ് ബീറ്റ. ഇനി 2kx/π
ഇവിടെ സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 സൈൻ ബീറ്റ കോസ് ബീറ്റ. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി 2kx/π ബീറ്റ മൈനസ് സൈൻ ബീറ്റ കോസ് ബീറ്റ. ആ 2 ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് 2 സൈൻ ബീറ്റ കോസ് ബീറ്റ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പുറത്തെടുത്തു? 2kx/π കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുള്ള ബാക്കി ഇക്വേഷനാണ് ഇത്. ഇത് ബാക്കി നമ്മൾ എന്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം ബീറ്റ 2kx/π ബീറ്റ മൈനസ് സൈൻ ബീറ്റ കോസ് ബീറ്റ പ്ലസ് 2 സൈൻ ബീറ്റ കോസ് ബീറ്റ എന്താവും? സൈൻ ബീറ്റ കോസ് ബീറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ A1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ A1ൻ്റെ ഇക്വേഷനാണ് 2kx/π ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ. ഇനി നമുക്ക് എന്താണ് y1ൻ്റെ ഇക്വേഷൻ എന്താണ്? √A1² പ്ലസ് B1². അതിനകത്ത് B1 ഓൾറെഡി 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. സിമെട്രിക്കൽ ആയതുകൊണ്ട് കോസ് ടേം 0 ആവുന്നത് കൊണ്ട് B1 0 ആണ്. അപ്പോൾ √A1² എന്ന് പറഞ്ഞാൽ എന്താണ്? A1 തന്നെയാണ്. അപ്പം നമുക്ക് y1 = A1 എന്ന് കിട്ടും. എന്താണ്? 2kx/π ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ. ഇനി 5(1) എന്ന് പറയുന്നത് എന്താണ്? tan ഇൻവേഴ്സ് ഓഫ് B1/A1. tan ഇൻവേഴ്സ് ഓഫ് B1/A1 എന്ന് പറയുന്നത് B1 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും? tan ഇൻവേഴ്സ് ഓഫ് 0 is 0. ദെൻ ഇപ്പം നമുക്ക് എന്തൊക്കെ വന്ന് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എഴുതാനുള്ള y1ഉം കിട്ടി 5(1)ഉം കിട്ടി. നമ്മുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? kn of x omega = y1/x ആംഗിൾ 5(1). നമ്മൾ y1ഉം 5(1)ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? y1ൻ്റെ ടേം വരുമ്പോൾ y1/x എന്ന് പറയുന്നത് ഇതിൽ നിന്ന് x പോവും. ബാക്കി എന്ത് വരും? 2k/π ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ. ആംഗിൾ നമുക്ക് എന്താണ് കിട്ടിയത്? 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഓഫ് ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റി ആണ്. ഒരു ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ. അത് നമ്മുടെ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി പഠിച്ച അതുപോലെ തന്നെയാണ് ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റിയിലെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റി ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഒറിജിൻ മുതൽ d/2 എന്നുള്ളൊരു പോയിന്റ് വരെ എന്തായിരിക്കും? ഇൻപുട്ട് ഉണ്ട്, പക്ഷേ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആ സോണിനെയാണ് നമ്മൾ ഡെഡ് സോൺ എന്ന് പറയുന്നത്. ആ d/2 എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് വരും? നമുക്ക് നമ്മുടെ സിസ്റ്റം എന്താണ്? ലീനിയറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതിനെയാണ്. അപ്പോൾ ഈ d/2 വരെയുള്ള പോയിന്റിനെ നമ്മൾ ഡെഡ് സോൺ പോയിന്റ് എന്ന് പറയും. d/2 കഴിഞ്ഞിട്ട് സിസ്റ്റം ലീനിയറായിട്ട് ആക്ട് ചെയ്യും. അപ്പം നമ്മൾ മറ്റേ സാച്ചുറേഷനിൽ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? നോൺ ലീനിയർ എലമെൻറ്റിൻ്റെ ഇൻപുട്ട് എന്താണ്? സൈൻ വേവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു സൈൻ വേവ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ d/2 വരെയാണ് നമ്മുടെ ഡെഡ് സോൺ. അവിടെ നമ്മൾ താഴോട്ട് വരയ്ക്കുമ്പോൾ എന്ത് വരും? ആൽഫ എന്ന് പറയുന്നൊരു ടേം. അത് കഴിഞ്ഞിട്ടാണ് അത് വേറെ എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീനിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. എഗെയിൻ π - ആൽഫ എത്തുമ്പോൾ വീണ്ടും ഡെഡ് സോൺ ആവും. ഡെഡ് സോൺ എന്ന് പറയുമ്പോൾ അവിടെയും 0 ആവും. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്നത്. 0 to ആൽഫ വരെ ഡെഡ് സോൺ ആണ്. ദെൻ ആൽഫ ടു π - ആൽഫ ഒരു ലീനിയർ ഔട്ട്പുട്ട് ആയിരിക്കും. ദെൻ π - ആൽഫ ടു π വരെ വീണ്ടും ഡെഡ് സോൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ x എന്ന് പറയുന്നത് d/2 ആകുന്ന ടൈമിൽ നമ്മുടെ ω_t എന്താണ്? ഇവിടെ നമ്മൾ ω_t ആൻഡ് എക്സിൻ്റെ ടേംസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ω_t എന്താണ്? ആൽഫയാണ്. അപ്പോൾ ആ രണ്ടെണ്ണം നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? നമ്മുടെ x = X sin ω_t. നമ്മുടെ എന്താണ് ഇൻപുട്ട് സിൻസോയ്ഡൽ ഇക്വേഷൻ x = X sin ω_tയിൽ ω_tക്ക് പകരം ആൽഫയും സ്മോൾ എക്സിന് പകരം d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? d/2 = X sin ആൽഫ എന്ന് വരും. ദെൻ sin ആൽഫ = d/2x. ദെൻ ആൽഫ sin ഇൻവേഴ്സ് ഓഫ് d/2x. ഇനി നമ്മൾ മറ്റ് സാച്ചുറേഷനിൽ പോലെ തന്നെ എന്താണ് നമ്മൾ ഇതിനെ എത്രയാക്കി ഡിവൈഡ് ചെയ്യും? 3 റീജിയൻസ് ആയിട്ട്. അതായത് 0 to π വരെയുള്ളതിനെ 3 റീജിയൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 0 to ആൽഫ, ആൽഫ ടു π - ആൽഫ, ദെൻ π - ആൽഫ ടു π. എന്നിട്ട് അതിൻ്റെ y നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 0 to ആൽഫ വരെ നമ്മുടെ y എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് y എന്താണ്? 0 ആണ്. ഔട്ട്പുട്ട് y എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ആൽഫ ടു π - ആൽഫ വരെ എന്താണ് നമ്മുടെ y എന്ന് പറയുന്നത്? kx നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മുടെ എന്താണ് സാച്ചുറേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ks പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് എന്താണ്? x - d/2 ആണ്.
ഇവിടെയല്ല നമുക്ക് ലീനിയാരിറ്റി വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ നമുക്ക് എക്സ് എന്താണ്, എക്സ് മൈനസ് ഡി ബൈ ടു ആണ് ഇത്രയും പോർഷൻ. അപ്പോൾ അവിടുത്തെ വൈ എന്ന് പറയുന്നത് എന്ത് വരും, എം എക്സ് അല്ലേ, സ്ലോപ്പ് ഇൻറ്റു എക്സ്. അപ്പോൾ കെ ഇൻറ്റു എക്സ് മൈനസ് ഡി ബൈ ടു. ആൽഫ ടു പൈ മൈനസ് ആൽഫ വരെ വൈ എന്താണ്, കെ ഇൻറ്റു എക്സ് മൈനസ് ഡി ബൈ ടു. ദെൻ പൈ മൈനസ് ആൽഫ ടു പൈ വരെ വീണ്ടും ഡെഡ് സോൺ തന്നെയാണ്, സീറോ തന്നെയാണ്. ഓക്കെ. ദെൻ നമ്മുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ചെയ്താൽ നമ്മൾ മറ്റേതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ വേണം, y1 വേണം, phi1 വേണം. ഓക്കെ. അപ്പോൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഇക്വേഷൻ എന്താണ്, kn ഓഫ് എക്സ് ഒമേഗ ഇസ് ഈക്വൽ ടു y1 ബൈ എക്സ് ആംഗിൾ phi1. y1ൻ്റെ ഇക്വേഷൻ എന്താണ്, റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ ആൻഡ് phi1ൻ്റെ ഇക്വേഷൻ tan ഇൻവേഴ്സ് ഓഫ് b1 ബൈ a1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് വേവ് ആൻഡ് ക്വാർട്ടർ വേവ് സിമെട്രിക്ക് വരുമ്പോൾ കോസിൻ്റെ ടേം എന്തായി പോവും, സീറോ ആയി പോവും. സോ b1 എന്ന് പറയുന്നത് ഇവിടെയും സീറോ തന്നെയാണ്. ബാക്കി നമുക്ക് എന്ത് മാത്രം വരും, a1ൻ്റെ ടേം മാത്രമാണ് വരുന്നത്. സോ a1 ഈസ് ഈക്വൽ ടു, നമ്മൾ എവിടം തൊട്ട് എവിടം വരെയാണ് എടുക്കുന്നത്, സിമെട്രിക് ആയതുകൊണ്ട് 0 to π/2 വരെയാണ് നമ്മൾ എടുക്കുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. സോ a1 ഈസ് ഈക്വൽ ടു 2/t ഇൻറ്റഗ്രൽ 0 to t അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് വരും, a1 ഈസ് ഈക്വൽ ടു 2/tക്ക് പകരം π/2 ഇൻറ്റഗ്രൽ 0 to π/2 y sin ഒമേഗ t d ഒമേഗ t. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, നമ്മുടെ ഓരോ റീജിയൻസ് അപ്ലൈ ചെയ്യും. 0 to π/2 വരെ എന്തൊക്കെ റീജിയൻസ് ഉണ്ട്, 0 to ആൽഫ ഉണ്ട്, ആൽഫ to π/2 ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ y എഴുതിയപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ്, 0 to ആൽഫ വരെ എന്താണ്, ഡെഡ് സോൺ ആണ്. ഡെഡ് സോണിൽ y എന്ന് പറയുന്നത് 0 ആയിപ്പോവും. സോ ആ ടേമിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. സോ a1 എന്ന് പറയുമ്പോൾ ബാക്കി എന്ത് വരും, ഈ 2 ന്യൂമറേറ്ററിൽ പോകുമ്പോൾ 4/π ഇൻറ്റഗ്രൽ ആൽഫ to π/2 വരെ മാത്രമേ വരത്തുള്ളൂ. സോ ആൽഫ to π/2 ക്യാപിറ്റൽ K ഇൻറ്റു എക്സ് മൈനസ് ഡി ബൈ ടു. അപ്പം ആൽഫ ടു π/2 വരെയുള്ള y നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, K ഇൻറ്റു എക്സ് മൈനസ് ഡി ബൈ ടു ആണെന്നുള്ളത്. ദെൻ സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഇവിടെയും നമ്മൾ സ്മോൾ എക്സിന് പകരം എന്ത് എഴുതും, ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് വരും, 4. ഈ കെ എന്ന് പറയുന്നത് നമ്മൾ പുറത്തെടുക്കും. സോ 4k/π ഇൻറ്റഗ്രൽ ആൽഫ ടു π/2. ഇവിടുന്ന് പകരം എന്ത് വരും, എക്സ് സൈൻ ഒമേഗ ടി മൈനസ് ഡി ബൈ ടു സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഇനി എന്ത് വരും, ഈ രണ്ട് ടേംസ്, അതായത് ഈ ബ്രാക്കറ്റിലുള്ള ടേംസ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 4k/π ഇൻറ്റഗ്രൽ ആൽഫ ടു π/2 എക്സ് സൈൻ ഇതെന്ത് വരും, ഈ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, അല്ല ഈ എക്സും ഈ സൈനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി മൈനസ് ഈ ഡി ബൈ ടു ഇൻറ്റഗ്രൽ ആൽഫ ടു π/2 സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ 4k/π ഇവിടുന്ന് എക്സ് പുറത്തെടുത്തു. പിന്നെ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 1 മൈനസ് കോസ് 2θ/2. അപ്പോൾ 1 മൈനസ് കോസ് 2θ/2ൻ്റെ 2 നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, x/2 ഇൻറ്റഗ്രൽ ആൽഫ ടു π/2 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡി ഒമേഗ ടി മൈനസ് ഡി ബൈ ടു. ബാക്കി സെയിം. ഇനി അടുത്തത് 4k/π x/2. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്യും. 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, 1ൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, ഒമേഗ ടി മൈനസ് കോസ് 2 ഒമേഗ ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, സൈൻ 2 ഒമേഗ ടി ബൈ 2 ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ, ആൽഫ ടു π/2. ദെൻ മൈനസ് ഡി ബൈ ടു സൈൻ ഒമേഗ ടിയുടെ ഇൻറ്റഗ്രൽ എന്താണ്, മൈനസ് കോസ് ഒമേഗ ടി ദെൻ ആൽഫ ടു π/2. ദെൻ 4k വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4k/π x/2. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് π/2 മൈനസ് സൈൻ π/2. ഇവിടെ π/2 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2 2 ക്യാൻസൽ ചെയ്ത് പോവും, സൈൻ π/2 മൈനസ് എന്താണ്, പിന്നെ ആൽഫയുടെ ഇത് അപ്ലൈ ചെയ്യും, ആൽഫ മൈനസും പ്ലസ് ആവും, ദെൻ പ്ലസ് സൈൻ 2α/2. ഇനി ഈ ടേമിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, മൈനസ് ഡി ബൈ ടു മൈനസ് കോസ് π/2 മൈനസും പ്ലസ് ആവും, പ്ലസ് കോസ് ആൽഫ. ദെൻ 4k/π x/2 π/2 മൈനസ് ഇതെന്ത് വരും, സൈൻ പൈയുടെ ടേം 0 ആയിപ്പോവും. ദെൻ മൈനസ് ആൽഫ പ്ലസ് സൈൻ 2α/2 മൈനസ് ഡി ബൈ ടു കോസ് π/2യുടെ ടേമും 0 ആയിപ്പോവും. ദെൻ കോസ് ആൽഫ മാത്രം വരും. ഫ്രം ഇക്വേഷൻ നമുക്ക് എന്തറിയാം, നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു d/2x ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ d എന്ന് പറയുന്നത് എന്താണ്,
2x സൈൻ ആൽഫ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുത്തെ ഈ ഡിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2x സൈൻ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? a1 ഈസ് ഈക്വൽ ടു 4k/π x/2 π/2 മൈനസ് ആൽഫ പ്ലസ് സൈൻ 2 ആൽഫ/2 മൈനസ് ഡിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? 2x സൈൻ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ അവിടെ d/2 ആയിരുന്നു, 2 × 2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി x സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പോൾ അത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4kx. അതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് എക്സ് പുറത്തെടുത്തപ്പോൾ എന്ത് വന്നു? 4kx/π എന്താണ് ഇവിടെ ഈ 1/2 എന്ന് പറയുന്നത് എക്സ് പുറത്തെടുത്ത് ബാക്കി /2 എന്ന് പറയുന്നത് എന്തായി? അകത്തോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ π/4 മൈനസ് ആൽഫ/2 പ്ലസ് സൈൻ 2 തീറ്റയ്ക്ക് പകരം എന്ത് വന്നു? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ 2 സൈൻ ആൽഫ കോസ് ആൽഫ/4 മൈനസ് എന്ത് വന്നു? ഇവിടെ നിന്നുള്ള എക്സ് പുറത്തെടുത്തായിരുന്നു, സൈൻ ആൽഫ കോസ് ആൽഫ. ദെൻ ഇവിടെ 4kx/π π/4 മൈനസ് ആൽഫ/2 എന്ത് വന്ന്? ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ 2ഉം 4 ക്യാൻസൽ ചെയ്ത് സൈൻ ആൽഫ കോസ് ആൽഫ/2 വന്ന്. ഇവിടെ ഒരു മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഉണ്ട്. അപ്പോൾ 1ഉം ഹാഫും കൂടെ ആയിട്ട് ഇവിടെ ബാക്കി -½ വരും. മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ/2 ഓക്കെ ഈക്വൽ ടു kx. ഈ 4/π നമ്മൾ അകത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4/π ഇൻറ്റു π/4 മൈനസ് 4/π ഇൻറ്റു 1/2 എന്താണ്? ആ രണ്ട് ടേം കൂടെ ഒന്നിച്ചപ്പോൾ എന്ത് വന്ന്? ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ടേമിൽ 4/π ഇൻറ്റു π/4 എന്ന് പറയുന്ന ടേം 1 ആവും. 4/π ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ അതെന്താവും? 2/π ആവും. അപ്പോൾ എങ്ങനെ വരും? kx ഇൻറ്റു 1 മൈനസ് 2/π ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എഴുതാൻ എന്താ വേണ്ടത്? നമുക്ക് y1 വേണം, φ1 വേണം. അപ്പോൾ y1ൻ്റെ ഇക്വേഷൻ എന്താണ്? y1 ഈസ് ഈക്വൽ ടു √a1² പ്ലസ് b1². അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സിമെട്രിക് ആയതുകൊണ്ട് b1 എന്ന് പറയുന്ന ടേം എന്തായി പോവും? 0 ആയി പോവും. സോ a1ൻ്റെ ടേം മാത്രമാണ് വരുന്നത്. √a1² ഈസ് ഈക്വൽ ടു a1. സോ y1 ഈസ് ഈക്വൽ ടു a1 എന്ന് തന്നെ കിട്ടി. a1 എന്താണ്? kx ഇൻറ്റു 1 മൈനസ് 2/π ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, ഇനി φ1 വേണം. φ1 ഈസ് ഈക്വൽ ടു എന്താണ്? tan ഇൻവേഴ്സ് ഓഫ് b1/a1. b1 എന്ന് പറയുന്നത് 0 ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് 0. ഇനി ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ kn ഓഫ് x ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? y1/x ആംഗിൾ φ1. y1/x ആംഗിൾ φ1. അപ്പോൾ y1ഉം φ1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. y1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? ആ എക്സ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ക്യാൻസൽ ആയിപ്പോയി. അതായത് നമ്മൾ y1 എന്താണ്? kx ഇൻറ്റു 1 മൈനസ് 2/π ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫയാണ്. അത് ബൈ എക്സ് വരുമ്പോൾ എന്ത് വരും? ഈ എക്സ് ക്യാൻസൽ ആയിപ്പോവും. ബാക്കി എന്ത് വരും? k ഇൻറ്റു 1 മൈനസ് 2/π ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. പിന്നെ നമ്മുടെ ആംഗിൾ എന്താണ്? tan ഇൻവേഴ്സ് ഓഫ് 0. അപ്പോൾ φ1 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 0 കിട്ടി. അപ്പോൾ ഫൈനലി നമ്മുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്താണ്? kn ഓഫ് x ഒമേഗ ഇസ് ഈക്വൽ ടു k ഇൻറ്റു 1 മൈനസ് 2/π ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ ആംഗിൾ 0. സോ ഇതാണ് നമ്മുടെ എന്താണ്? ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ,